എല്ലാവർക്കും മനീഷ് ഫുഡ് ടെക് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയൊരു ഐറ്റവുമായിട്ട് വരികയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചി പൊറോട്ട. ഇറച്ചി പൊറോട്ട നമ്മൾ ഉണ്ടാക്കുന്നത് മൈദ ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ കേരള പൊറോട്ട പോലെയുള്ള ഒരു പൊറോട്ടയല്ല, മൈദ ഉപയോഗിച്ചിട്ടാണ്. ഇത് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് തമിഴ്നാട്ടിലൊക്കെ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കർണാടകത്തിൽ ഈ ഇറച്ചി പൊറോട്ട കണ്ടിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ചില സമയങ്ങളിൽ മാത്രം ഈ റംസാന്റെ ടൈമിലൊക്കെ ഞാൻ ഇത് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കോമൺ ആയിട്ട് ഇത് ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല. അപ്പോൾ നമുക്കൊന്ന് ഇറച്ചി പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇറച്ചി പൊറോട്ടയ്ക്ക് വേണ്ടുന്ന ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മൈദ വേണം. ആവശ്യത്തിന് ഒരു 4 ചപ്പാത്തി പരത്താനുള്ള അത്രയും മൈദ വേണം. അതുപോലെ തന്നെ ഒരു മുട്ട, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് ജീരകമാണെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ നമ്മുടെ ഇതിൽ ചേർക്കാനുള്ള മിശ്രിതത്തിന് വേണ്ടി ചേർക്കാനുള്ള മിക്സിന് വേണ്ടി നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് വേണം. അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ നേരത്തെ കഷ്ണങ്ങളാക്കിയത്, ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റിയത്. അതുപോലെ തന്നെ അതിലോട്ട് കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ആക്കേണ്ടതെന്ന് കാണിക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് നല്ലവണ്ണം ഉടച്ചെടുക്കണം. പിന്നെ ഇത്രയും ചിക്കൻ്റെ പീസസ് ഞാൻ ചെറിയൊരു 4 രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഒരടിച്ച മുട്ടയുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിനുള്ള മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് വേണം, കുറച്ച് ചിക്കൻ മസാല, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഉപയോഗിക്കാം. പിന്നെ ആവശ്യമുള്ളത് കുരുമുളക് പൊടിയാണ്. പിന്നെ വേണ്ടത് ഞാൻ ഇത്രയും ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളുണ്ടല്ലോ ഈ ഉരുളക്കിഴങ്ങിന്റെ മിക്സ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ്. അതായത് നമ്മൾ ഇന്നലെ ചിക്കൻ കട്ട്ലറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ കട്ട്ലറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ചധികം ഉരുളക്കിഴങ്ങും കുറച്ചധികം ചിക്കനും അതിന്റെ മിക്സ് കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കട്ട്ലറ്റ് ആക്കിയിട്ട് ബാക്കി വന്ന ഉരുളക്കിഴങ്ങിന്റെ മിക്സ് കൊണ്ടാണ് നമ്മൾ ഇറച്ചി പൊറോട്ടയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ കട്ട്ലറ്റിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ പറ്റും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് മുകളിൽ തുറന്നു വരുന്നതാണ്. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ചിക്കൻ കട്ട്ലറ്റിന്റെ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉരുളക്കിഴങ്ങിന്റെ മിക്സ് ഉണ്ടാക്കേണ്ടതെന്ന് അതിൽ വ്യക്തമായിട്ട് കാണിക്കാം. ഞാൻ ഇതിലൊന്ന് നമ്മുടെ ഈ ഇറച്ചി പൊറോട്ടയുടെ ഇതിൽ നമ്മളൊന്ന് ഓടിച്ച് കാണിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണാം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ പോയി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാക്കി പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലെന്തൊക്കെയാണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉരുളക്കിഴങ്ങുണ്ട്, അതിൽ നമ്മൾ കുറച്ച് ചിക്കൻ ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല, കുറച്ച് നമ്മുടെ ബ്ലാക്ക് പെപ്പർ പൗഡർ, അതായത് കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഗ്യാസ് ഓണാക്കിയതിന് ശേഷം അതിലൊന്ന് മിക്സ് ചെയ്തെടുത്താണ്. കുറച്ച് ഉള്ളിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഉണ്ടാക്കിയ ഒരു മിക്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ചെറുതായിട്ട് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് ചേർക്കാം. അതുപോലെ നിങ്ങൾക്ക് കറിവേപ്പില നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില നിർബന്ധമായിട്ടും ചേർക്കാവുന്നതാണ്. കാരണം കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒന്ന് വേറെ തന്നെയായിരിക്കും. അതുപോലെ മല്ലിയില നിങ്ങളുടെ കൈവശം അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കറിവേപ്പില വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് കറിവേപ്പില ചേർക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കടയിലൊന്നും നമുക്ക് മല്ലിയില കിട്ടാനില്ല. മല്ലിയിലയും അതുകൊണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും ഈ ഒരു സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉരുളക്കിഴങ്ങും ബാക്കിയുള്ള മസാലകളും ചേർത്തിട്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ ചപ്പാത്തിക്കുള്ള പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലോട്ടേക്ക് ഞാൻ ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ കാണുന്ന ഒരു നുള്ള് ഇത്രയും ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതിയാവും. ജീരകം ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത്രയും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു കണക്കിലിടുവന്ന്. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ നിങ്ങളും ചേർത്ത് കൊടുത്താൽ മതി. അധികമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ അതിലോട്ടേക്ക് ഞാനൊരു മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഒരു മുഴുവൻ മുട്ട മഞ്ഞയോട് കൂടി ചേർത്ത് കൊടുക്കാം. മുഴുവൻ മുട്ട ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഫുള്ള് മുട്ട ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് നല്ലവണ്ണം കുഴച്ച് കൊടുക്കാവുന്നതാണ്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ഞാൻ എന്താ ഈ നിങ്ങൾ കാണുന്ന പോലെ നല്ലവണ്ണം ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കാണുന്ന പരുവത്തിൽ നമ്മുടെ ചപ്പാത്തിയുടെ അതേ പരുവത്തിലാണ് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരു പരുവത്തിൽ തന്നെ നിങ്ങൾക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഇതിനെ പരത്തിയെടുക്കണം. ഇപ്പോൾ ഈ കാണുന്ന പോലെ ഞാനൊരു 4 ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് 4 ഒരു ചപ്പാത്തിയുടെ ഭാഗത്തിൽ പരത്തിയെടുക്കാവുന്നതാണ്. പരത്തിയെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ ഈ ഒരു വലുപ്പത്തിൽ ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെ നല്ലോണം പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതേപോലെ തന്നെ നമുക്കിതിനെ നമ്മുടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഒരു ഇൻഡക്ഷൻ കുക്കറിൽ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവ വെച്ചിട്ടുണ്ട്. ആ തവ നല്ലോണം ചൂടായിട്ടുണ്ട്. തവ നല്ലോണം ചൂടായതിനു ശേഷം നമുക്കൊന്ന് കുറച്ച് എണ്ണ അതിലോട്ടേക്ക് തൊട്ട് കൊടുക്കാവുന്നതാണ്. അത് നമ്മൾ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്. എണ്ണയുടെ ഉപയോഗം കുറക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഡീപ് ഫ്രൈ ചെയ്യാണ്ട് ഷാലോ ഫ്രൈ ടൈപ്പാണ് ചെയ്യുന്നത്. അതായത് എല്ലാ ഭാഗവും മുരിഞ്ഞ് വരും വേണം, പക്ഷേ എണ്ണ വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്കിത് കഴിക്കുന്നതിനും വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഞാനൊരു ചപ്പാത്തി എടുത്തിട്ട് ഇതേപോലെ തന്നെ ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കുകയാണ്, മറച്ചിട്ട് കൊടുക്കുകയാണ്. മറച്ചിട്ട് കൊടുത്തതിന് ശേഷം തീ കുറച്ച് വെക്കേണ്ടതാണ്. മറച്ചിട്ട് കൊടുത്തതിന് ശേഷം എന്താണ് നമ്മുടെ ഈ മസാല നമുക്ക് ഇതിലോട്ടേക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തേച്ച് കൊടുക്കും. ഇതുപോലെ ഏറ്റവും നേർങ്ങനായിട്ട് നിങ്ങൾക്ക് പരത്തി കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ മസാല. അതിനുശേഷം ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഇവിടെ യോജിപ്പിച്ച് വെക്കാവുന്നതാണ്. ഇപ്പോൾ ഈ നോൺ സ്റ്റിക്ക് തവ നിങ്ങൾ ഇതിൻ്റെ കളറൊക്കെ കാണുന്നുണ്ടാവില്ല. അതായത് ഇതിലിപ്പം നോൺ സ്റ്റിക്ക് എന്ന് പേരേ ഉള്ളൂ. ഇപ്പം നോൺ സ്റ്റിക്കായിട്ട് നിങ്ങൾക്കൊന്നും കാണുന്നുണ്ടാവില്ല. ഇതിപ്പം വേണമെങ്കിൽ പറയാം ഇതിപ്പോൾ ഒരു ജാമ്പവാൻ്റെ കാലത്തിലെ സാധനമാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും പഴക്കമുണ്ട് ഇതിന്. ഇതിപ്പോൾ നമ്മൾ ഉപേക്ഷിച്ച ഒരു സാധനമാണ്. കാരണം ഈ ഒരു ചപ്പാത്തി നമുക്ക് ഈ ഇൻഡക്ഷൻ കുക്കറിൽ ആക്കി എടുക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇതെടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഗ്യാസിലാണ് വെക്കാറ്. ഗ്യാസിൽ വെക്കുമ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് യൂസ് ചെയ്യാറ്. പിന്നെ എന്തായാലും ഓൾഡ് ഈസ് ഗോൾഡ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മളിത് ഇപ്പോൾ ഉപകാരത്തിൽ വന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ സൈസിലാക്കിയിട്ട് ഡീപ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ്. കാരണം എണ്ണ കുറച്ച് ഉപയോഗിക്കേണ്ടത് കൊണ്ട് നമ്മളിപ്പോൾ ഇത് വളരെ കുറച്ച് എണ്ണയിലാണ് ചെയ്തെടുക്കുന്നത്. ഇത് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ചിക്കൻ പൊറോട്ട റെഡി ആയിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ചിക്കൻ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ചിക്കൻ പൊറോട്ട അല്ലെങ്കിൽ ഇറച്ചി പൊറോട്ട പല തരത്തിൽ അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ റംസാൻ സമയത്ത് ഇറച്ചി പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കും കൂടുതൽ അറിയപ്പെടുക. അപ്പോൾ പിന്നെ ചിക്കൻ പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല ഹോട്ടലുകളിലും കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടാവുമെന്ന്. ഞാനപ്പോൾ ഒരു ചെറിയൊരു പീസ് ചിക്കൻ പൊറോട്ട എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കിടുവായിട്ടാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതിനെ കുറച്ചും കൂടി ഒന്നുകൂടി നന്നാക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഐഡിയ കൂടി പറഞ്ഞുതരാം. ഇത് വെക്കുന്നതിന് മുന്നേ, അതായത് ഈ മസാല നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചാക്കുക. മുട്ട പൊട്ടിച്ചിടുക, ഒരു മുട്ട, ഒരു പൊറോട്ടയിൽ ഒരു മുട്ട പൊട്ടിച്ചിടുക. ഓക്കെ, അതിനുശേഷം അത് ജസ്റ്റ് ഒന്ന് മറച്ചിടേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുകളിൽ തന്നെ ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം മടക്കി വെക്കുക. രണ്ട് വശവും നല്ലവണ്ണം പാകമാവുന്നവരെ നല്ലവണ്ണം രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുക്കുക. മുട്ട അകത്ത് നിന്ന് തനിയെ വെന്ത് കിട്ടുന്നതാണ്. തനിയെ തന്നെ വെന്ത് കിട്ടും. അതിന് സെപ്പറേറ്റ് ആയിട്ട് വേണം കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് മുട്ട കൂടി ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ മുട്ട ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും വേണം, കുരുമുളക് പൊടിയും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഈ മസാലയുടെ ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ ഐറ്റം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഐറ്റം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 100% ഷുവറാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഐറ്റം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത് തന്നെ കാണാം. ബൈ.